എല്ലാ കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ വീഡിയോയിൽ നമുക്ക് ഹാമാന്റെ ജീവചരിത്രം വളരെ ചുരുക്കത്തിൽ നോക്കാം. ഹാമാൻ എന്ന പേരിൻ്റെ അർത്ഥം ഗംഭീരമായ. അഹശ്വേരോഷ് രാജാവിൻ്റെ പ്രധാനമന്ത്രിയാണ് ഹാമാൻ. ആഗാഗിയനായ ഹമ്മേദാദായുടെ മകനാണ് ഹാമാൻ. എസ്തറിൻ്റെ വളർത്തപ്പനും കൊട്ടാരത്തിലെ സേവകനുമായിരുന്ന മൊർദെഖായി ഹാമാനെ നമസ്കരിച്ചില്ല. ഇതിൽ കോപാലുവായി തീർന്ന ഹാമാൻ മൊർദെഖായിയെയും യഹൂദന്മാരെയും നശിപ്പിപ്പാൻ ഗൂഢാലോചന നടത്തി. അതിനുവേണ്ടി രാജകൽപ്പന സമ്പാദിച്ചു. ഇതറിഞ്ഞ് ദുഃഖിതയായ എസ്തർ ഉപവസിച്ച് രാജസന്നിധിയിൽ ചെന്ന് തൻ്റെ ജനത്തിന് നേരെയുണ്ടായ ഉപദ്രവം രാജാവിനെ അറിയിച്ചു. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ രാജകൽപ്പനയനുസരിച്ച് അവർ ഹാമാനെ തൂക്കിക്കൊന്നു. ഹാമാന്റെ വീട് എസ്തറിന് കൊടുത്തു. ഹാമാന്റെ 10 പുത്രന്മാരെയും യഹൂദന്മാർ കൊന്നു. ഇതാണ് നമുക്ക് ബൈബിളിൽ ഹാമാനെ കുറിച്ച് നോക്കുമ്പോൾ അറിയുവാനായിട്ട് കഴിയുന്നത്.